കുന്നത്തുനാട്ടിൽ തിരിച്ചുവരവ് നടത്തിയ വി.പി. സജീന്ദ്രൻ എം.എൽ.എ. ആയി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നു. വി.പി. സജീന്ദ്രൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 21,283 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് പി.വി. ശ്രീനിവാസനെ തോൽപ്പിച്ചുകൊണ്ട് വി.പി. സജീന്ദ്രൻ നിയമസഭയിലേക്ക് എത്തുന്നത്. മൂന്നാം ഊഴമാണ്. 3 തവണ കുന്നത്തുനാട് എം.എൽ.എ. ആയിരുന്നു. 2021 മണ്ഡലം കൈവിട്ടു, അത് തിരിച്ചുപിടിച്ചു. കെ.പി.സി.സിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്, എ.ഐ.സി.സിയുടെ അംഗമാണ് വി.പി. സജീന്ദ്രൻ. അഡ്വക്കേറ്റ് സജി ജോസഫ് ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സജി ജോസഫിനെ ഇരിക്കൂരുകാർ നിയമസഭയിലേക്ക് അയച്ചിരിക്കുന്നത്. 42,000. സജീവ് ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 42,426 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇരിക്കൂരിൽ നിന്ന് വിജയിച്ച് കയറിയ സജി ജോസഫ് അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ വിജയം സ്വന്തമാക്കിയത്. നിയമസഭയിൽ ഇത് 2ാം തവണയാണ്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയാണ് സജി.